സർക്കാർ വകുപ്പുകളിൽ നിന്ന് പണം ലഭിക്കാതെ കുറച്ചൊന്നുമല്ല പെട്രോൾ പമ്പ് ഉടമകൾ ബുദ്ധിമുട്ടുന്നത്. ലക്ഷങ്ങളുടെ ബാധ്യതയാണ് ഓരോ പമ്പിലുമുള്ളത്. ഞാൻ ഇപ്പോൾ എത്തി നിൽക്കുന്നത് തൃശ്ശൂർ ജാനകിറാം എൻ്റർപ്രൈസസ് എന്ന് പറയുന്ന തൃശ്ശൂർ കൊക്കാലയിലുള്ള ഒരു പമ്പിലാണ്. ഇവിടെ ബാലൻചേട്ടനുണ്ട്. ബാലൻചേട്ടൻ്റെയാണ് ഈ പമ്പ് എന്ന് പറയുന്നത്. ചേട്ടാ, എത്ര ലക്ഷം രൂപയാണ് നമുക്ക് കിട്ടാറുള്ളത്? ഇപ്പോൾ ആസ് ഓൺ ലാസ്റ്റ് മന്ത് 20 lakhs 20 ലക്ഷത്തിൽ ചില്ലാനും കിട്ടാറുണ്ട്. പോലീസിൽ നിന്ന് മാത്രം. അത് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ഇവിടെ അടിക്കുന്ന വണ്ടികളുടെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിനും കണക്ക് കൂട്ടി ടോട്ടലാണ്. സെപ്പറേറ്റ് ഓരോ സെക്ഷൻ്റെയും വേറെയുണ്ട്. അപ്പോൾ മൊത്തം 20 ലക്ഷത്തിൽ ചില്ലാനാണ് കിട്ടാനുള്ളത്. എല്ലാ വകുപ്പും കൂടിയിട്ട് ഒരു 22 ലക്ഷം കിട്ടാനുണ്ട്. ഇതിപ്പോൾ എന്ന് മുതലാണ് ഇതിങ്ങനെ മുടങ്ങി തുടങ്ങിയത്? കുറേ നാളായി. പക്ഷേ ഇപ്പോഴാണ് അത് കൂടുതലായി തുടങ്ങിയത്. ബാധ്യത ഇപ്പോഴാണ് നമുക്ക് തുടങ്ങിയത്. പലർക്കും പല എമൗണ്ട്, ചിലർക്ക് 18 ലക്ഷം ഉണ്ട്, ചിലർക്ക് 16 ഉണ്ട്, ചിലർക്ക് 5 ലക്ഷം ഉള്ളൂ, ചെറിയ 5 ലക്ഷം. അത് അവിടെയൊക്കെ കുറച്ച് വണ്ടികളടിക്കുന്നത്. നമ്മളെ വണ്ടികളെന്ന് പറഞ്ഞാൽ നമുക്ക് 10-20 വണ്ടി കൂടുതലുണ്ട്. അപ്പോൾ അതിനനുസരിച്ചുള്ള എമൗണ്ട് കൂടും, വോളിയം കൂടുമ്പോൾ അതിനുള്ള എമൗണ്ടും കൂടും. പക്ഷെ നമുക്ക് വരുന്നത് വളരെ തുച്ഛമായ എമൗണ്ടാണ് ഓരോ പ്രാവശ്യം വരുന്നത്. 30 റുപ്യ, 33 റുപ്യ, 41 റുപ്യ, 70 റുപ്യൊക്കെ വെച്ചാണ് നമുക്ക് വരുന്നത്. ഈ ബാധ്യത വന്നിരിക്കുന്നത് എത്ര കാലയളവിലുള്ള ബാധ്യത ലിസ്റ്റാണിത്? ഇത് അങ്ങനെ അല്ലേ സാർ, നമുക്ക് വരുന്ന കാശ് നമ്മൾ ഓരോ വണ്ടിക്കും പോസ്റ്റ് ചെയ്ത് വിടും. പിന്നെ എളുപ്പമായിട്ട് ആ വണ്ടിയുടെ പോസ്റ്റ് അവർ പൈസ വിടുമ്പോൾ നമ്മൾക്ക് ആ വണ്ടിയുടെ ലീസ്റ്റ് മണി കിട്ടുമ്പോൾ നമുക്ക് എളുപ്പമായിട്ട് പോസ്റ്റ് ചെയ്ത് വിടാം. ബാലൻസ് ഒക്കെ കഴിയും. അല്ലെങ്കിൽ നമ്മൾ അത് സസ്പെൻസിൽ വെച്ചിട്ട് മൊത്തം കാശുമാണ് സസ്പെൻസിൽ നിന്ന് കഴിക്കേണ്ടി വരും. ഈ നമ്മുടെ ഈ ബാധ്യത എന്ന് പറയുമ്പോൾ പോലീസിൻ്റെ ഏതൊക്കെയാണ് ആ ഒരു ലിസ്റ്റ് എന്ന് പറയും? DPO റൂറൽ, ACP അഡ്മിൻ, നെടുപുഴ പോലീസ്, ട്രാഫിക് സിറ്റി, SBCID സ്പെഷ്യൽ ബ്രാഞ്ച്, CBCID, പിന്നെ റെയിൽവേ, ഇത്രയും സെക്ഷനിൽ നിന്ന് പൈസ കിട്ടാനുണ്ട്. മൊത്തം കറക്റ്റ് എമൗണ്ട് പറയാൻ 20,16,495 റുപ്യ ആസ് ഓൺ November 30th. ഈ ഇത്രയും ലക്ഷങ്ങൾ കിട്ടാനുള്ള അപ്പോൾ ചേട്ടൻ്റെ ബാധ്യതകൾ എങ്ങനെയായി മാറും? എനിക്ക് ബാങ്കിൽ കടം കൂടും. ബാങ്കിൽ അത്രയും ലോൺ കൂടിക്കൊണ്ടിരിക്കും. നമുക്ക് അടക്കാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ പലിശ കൊടുക്കണം. അപ്പോൾ മൊത്തത്തിൽ നഷ്ടമാണ് നമുക്ക്. ഈ പെട്രോൾ വാങ്ങുന്നവരുടെ അടുത്ത് നിങ്ങൾക്ക് കടം പറയാൻ പറ്റുമോ? ഇല്ല, ഞങ്ങൾക്ക് അഡ്വാൻസ് കാശ് കൊടുക്കണം. നമുക്ക് ഈ 20 ലക്ഷത്തിലൊരു 5 ലക്ഷമെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് സമാധാനമാണ്. മാസം 5 ലക്ഷം കിട്ടിയിരുന്നാലും നമുക്ക് സഹിക്കാം. ഇതതില്ല. ചിലപ്പോൾ 43 റുപ്യ, 50 റുപ്യ അങ്ങനെയൊക്കെയാണ് നമുക്ക് കിട്ടുന്നത്. അതാണ് എല്ലാവർക്കും അതാണ് ബുദ്ധിമുട്ട്. കാരണം ഗവൺമെൻറ്റിൽ നിന്ന് കാശ് കിട്ടില്ല എന്ന് ഇവർ പറയുന്നു. ഇത് കൂടുമ്പോൾ നിങ്ങളുടെ റൺ ചെയ്യിക്കാനുള്ള എക്സ്പെൻസ് ഞങ്ങൾ കൂടുതൽ കടമെടുക്കണം. ഈ ബാങ്കിൽ ലോൺ ആളുകൾ പലർക്കും 70-80 ലക്ഷമൊക്കെ ബാങ്കിൽ ലോണാണ്. ഇത് മുഴുവൻ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിന്നും മറ്റും ലഭിക്കാനുള്ള ബാലൻചേട്ടന് ലഭിക്കാനുള്ള പണത്തിൻ്റെ കണക്കാണ്. ഈ കണക്ക് എന്ന് തന്നു തീർക്കും എന്നുള്ളതാണ് ബാലൻചേട്ടൻ ഉൾപ്പെടെയുള്ള പമ്പുടമകൾ ചോദിക്കുന്നത്. സുജി പട്ടാമിക്കൊപ്പം MS ലിഷോയ്, മാതൃഭൂമി ന്യൂസ്, തൃശ്ശൂർ.